IPL-ൽ മുംബൈക്ക് 4ാം തോൽവി. ബംഗളൂരുവിനോട് 12 റൺസിന് പരാജയപ്പെട്ടു. 222 റൺസ് പിന്തുടർന്ന മുംബൈക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ചേരുന്നു. മനീഷ്, എങ്ങനെയാണ് കളിയെ വിലയിരുത്താൻ കഴിയുക? അരുണ, 2015 ശേഷം ആദ്യമായാണ് വാങ്കഡയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒരു വിജയം സ്വന്തമാക്കുന്നത്. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ബംഗളൂരിനെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റൻ രജത് പട്ടിദറിന്റെയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെയും മികച്ച അർത്ഥസന്ധയുടെ കാര്യത്തിലാണ് 221 എന്ന് പറയുന്ന ഒരു കൂറ്റൻ സ്കോറിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഈ ഹാർദിക് പാണ്ഡ്യ തന്റെ T20 കരിയറിൽ 200 വിക്കറ്റുകൾ തികച്ച മത്സരത്തിൽ 221 പറയുന്ന ഒരു വലിയ സ്കോറുമായിട്ടാണ് പിന്തുടരാനാണ് മുംബൈ ഇറങ്ങുന്നത്. ആദ്യ ഓവറുകളിൽ തന്നെ രോഹിത് ശർമ്മ ആഞ്ഞടിച്ചെങ്കിലും തുടക്കത്തിലെ വിക്കറ്റുകൾ നഷ്ടമായത് മുംബൈക്ക് തിരിച്ചടി. ഒരു ഘട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യയും അതുപോലെ തന്നെ തിലക് വർമ്മയും ക്രീസിൽ ഉറച്ചു ചേർന്നപ്പോൾ മുംബൈ ഒരു വിജയം പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അടുത്തടുത്ത ഓവറുകളിൽ ഇരുവരും പുറത്തായതോടെയാണ് മുംബൈയുടെ വിജയ പ്രതീക്ഷ അവസാനിക്കുന്നത്. തിലക് വർമ്മ കഴിഞ്ഞ മട്ടിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ മോശം ഫോമിനെ തുടർന്ന് റിട്ടയർ ഹട്ട് ആവുന്ന ഒരു സാഹചര്യം കൊണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 29 പന്തുകളിൽ 56 റൺസുമായി ടീമിന് വിജയം നൽകുമെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഭുവനേശ്വർ കുമാറിന്റെ ഓവറിൽ ഫിലിപ്പ് സാട്ട് പിടിച്ച് ഔട്ടാവുകയായിരുന്നു. മറുവശത്ത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഇന്ന് മികച്ച രീതിയിലാണ് ബാറ്റ് കൊണ്ട് ബോൾ കൊണ്ട് പ്രകടനം നടത്തിയത്. 15 പന്തുകളിൽ 42 റൺസ് എടുത്ത് ഹാർദിക് പാണ്ഡ്യ കൊണ്ട് മടങ്ങിയതോടുകൂടിയാണ് മുംബൈയുടെ വിജയ പ്രതീക്ഷകൾ അവസാനിച്ചത്. ഈ IPL ഇതിപ്പോൾ 4ാമത്തെ മത്സരത്തിലാണ് മുംബൈ പരാജയപ്പെടുന്നത്. മത്സരിച്ച 5 മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് മുംബൈക്ക് ജയിക്കാനുമായത്. മുൻ ചാമ്പ്യന്മാർ ഇപ്പോൾ അവസാന സ്ഥാനങ്ങളിലാണ് ഉള്ളത്. RCB സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ തോൽവി വീണതോടെ തോൽവിയോടെ 3ാം സ്ഥാനത്തേക്ക് വീഴുന്നത്. പക്ഷേ ഇന്നത്തെ ജയത്തോടുകൂടി തന്നെ RCB മുൻനിര തന്നെയുണ്ട്. എന്തായാലും 2015 മുതൽ ഇന്ന് വരെ ഒരു മത്സരത്തിൽ പോലും RCB സംബന്ധിച്ചിടത്തോളം ഈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒരു വിജയം ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇന്നത്തെ മികച്ച പ്രകടനത്തോടെ തന്നെ ആ ഒരു 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബംഗളൂരു വാങ്കഡയിൽ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അരുണ്യ. ശരി, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കളിയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനീഷ് ഐഷ.